പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു പ്രസവം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ഉണ്ട്. ശ്രീരാജ്, ഈ ആദിവാസി മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം ചർച്ചയാവുന്ന ഈ ഘട്ടത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണല്ലോ, എന്താണ് വിഷയം? തീർച്ചയായും ആതിര, കോന്നി താലൂക്ക് ആശുപത്രിയിൽ നാളെ അഡ്മിറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു ഈ സജിത. അച്ചൻകോവിൽ ആവണിപ്പാറ ഗിരിജൻ ഊരിലെ ആദിവാസി ഊരിലെ സജിത എന്ന യുവതിക്ക് പ്രസവവേദന വരികയും ഇവരെ കോന്നി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള യാത്രാമധ്യേ ജീപ്പിനുള്ളിൽ പ്രസവിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായത്. കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. നിലവിൽ കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും 108 ആംബുലൻസ് അവരുടെ അടുത്തേക്ക് എത്തി അവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. നിലവിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആംബുലൻസിനുള്ളിൽ തന്നെ ഇവരോടൊപ്പം നേഴ്സുമാരെല്ലാം തന്നെ ഉണ്ട്. കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പക്ഷേ ഏറ്റവും പ്രധാന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അച്ചൻകോവിൽ കോന്നി പാതയിലെ യാത്രയുടെ പ്രശ്നം. യാത്ര തീർത്തും ദുർഘടമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിതിനെപ്പറ്റി വളരെ വിശദമായ ഒരു വാർത്ത ചെയ്തിരുന്നതാണ്. ഈ മേഖലയിലേക്ക് ആംബുലൻസ് എന്ന് പോട്ടെ ഒരു ഇരുചക്ര വാഹനങ്ങൾ കടന്നു ചെല്ലണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ സമയത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് എത്തിച്ചാൽ പോലും കിലോമീറ്ററുകൾക്ക് ഇപ്പുറം മാത്രമേ ആ ആംബുലൻസ് എത്താൻ സാധിക്കുകയുള്ളൂ. വഴി തകർന്നു കിടന്നിട്ട് കാലങ്ങളേറെയായെങ്കിൽ പോലും ബന്ധപ്പെട്ടവർക്ക് ഈ വഴി നന്നാക്കാനോ ഈ ആദിവാസി ഊരുകളിലേക്കുള്ള വഴിയിൽ അല്ലെങ്കിൽ അവരുടെ യാത്രാ സൗകര്യം നന്നാക്കാനോ ഉള്ള യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. ആദിവാസി ഊരിലെ ആദിവാസി വിഭാഗങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻപും സമാനമായ സാഹചര്യങ്ങൾ ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം തന്നെയും വലിയ പ്രതിഷേധം ആദിവാസി വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഈ വഴിയിലേക്കുള്ള അല്ലെങ്കിൽ ഈ പാതയിലൂടെയുള്ള യാത്ര തീർത്തും ദുഷ്കരമാണ്. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായാൽ പോലും മറ്റ് വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായാൽ പോലും ഈ ആദിവാസി ഊരിലെ ആളുകൾക്ക് പുറത്തേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കോന്നി മെഡിക്കൽ കോളേജാണ് പ്രധാനമായിട്ടും ഇവർ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ കോന്നി താലൂക്ക് ആശുപത്രി. ഈ രണ്ട് ആശുപത്രികളിലേക്കും എത്തണമെങ്കിൽ കേവലം 1 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ 3-4 മണിക്കൂർ അധികം യാത്ര ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആദിവാസി വിഭാഗങ്ങളോടുള്ള ഈ അവഗണന, ഈ പാത നന്നാക്കണമെന്ന ആവശ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആദിവാസി വിഭാഗങ്ങൾ ഏറെ കാലമായിട്ട് ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ ഈ ആംബുലൻസ് അവിടേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഈ ദുർഘടമായ പാത കഴിഞ്ഞും അവർ യാത്ര തുടർന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ ആംബുലൻസിന് അവരുടെ അടുത്തെത്താൻ സാധിച്ചത്. എന്തായാലും ആംബുലൻസ് അവിടെ എത്തി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിലവിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര, പത്തനംതിട്ട ആവണിപ്പാറയിലാണ് ഇത്തരത്തിൽ ജീപ്പിൽ യുവതി പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് പത്തനംതിട്ടയിൽ നിന്ന്.